ഹലോ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ രാത്രി കിടന്നപ്പോഴേ പച്ചരി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 4 മണി വെളുപ്പിനായപ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അപ്പത്തിൻ്റെ പൊടിയൊക്കെ പൊങ്ങി, നല്ല മാവൊക്കെ നല്ല പൊങ്ങി, നല്ല സൂപ്പറായിട്ടിരിക്കണം കേട്ടോ. എനിക്ക് കിടന്നിട്ട് ഉറക്കം ഉണ്ടായിരുന്നില്ല, ഇതിങ്ങനെ പൊങ്ങിപ്പോവുക എന്ന് ഓർക്കണ്ട്. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ നല്ല കണ്ടത് കയ്യിലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമായിരിക്കും. അത് വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് നമ്മൾ പണി തുടങ്ങാൻ വേണ്ടി ഈ ഒരു കാഴ്ചയൊക്കെ നല്ലൊരു ഓർമ്മയുള്ള. ഈ അപ്പത്തിൻ്റെ പേരാണ് സീലപ്പം എന്നിട്ട്. അപ്പം ഞങ്ങൾക്ക് സീലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതാണ് ഞങ്ങളുടെ സീലട്ടോ. ഇത് ഞങ്ങൾ വട്ടറിഞ്ഞിങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ചെറുതായിരിക്കുമ്പോൾ അമ്മച്ചി പണിക്കൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, എൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ വീടുണ്ട്, അവർക്ക് ചായക്കട ഉണ്ട് കേട്ടോ. ഞാൻ രാവിലെ അമ്മച്ചി പോണ പുറകെ തന്നെ ഞാൻ നേരെ അവരുടെ വീട്ടിലേക്ക് കളിക്കാൻ വേണ്ടി പോകും. അവർ ഈ അപ്പമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പാത്രത്തിൽ വെച്ച് വേറെ പൊരിപ്പലഹാരങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും എനിക്ക് ഇതാണ് നല്ലൊരു ഓർമ്മയിൽ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അവർ തന്നൊക്കെ വാങ്ങിച്ച് തിന്നും. അവർ ഈ അപ്പം ചായക്കടലവിടെ കൊണ്ടുപോകുമ്പോൾ അവരോട് അത് കൊടുക്കാൻ വേണ്ടിയൊക്കെ പോകും. അങ്ങനെയാണ് അമ്മച്ചി ഇടയ്ക്ക് വന്ന് വരുമ്പോൾ എന്നെ തല്ലി ഓടിക്കൊണ്ടിരുന്നത്. എന്നാലും ഞാൻ പിന്നെ അമ്മച്ചി പോയി കഴിയുമ്പോൾ തിരിച്ച് ഇവിടെ തന്നെ വരും കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ നടന്നു വെച്ചെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളെ നമുക്ക് വിശ്വസിച്ച് ഒരു വീട്ടിലും വിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. പണ്ടൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നും ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോൾ അപ്പൊക്കെ ശരിയായിട്ട് കിട്ടാൻ നല്ല എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ അപ്പം. അതുപോലെ അമ്മച്ചി നല്ല സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയും. അതെ, അപ്പം കീറിയൊക്കെ നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത്രയൊക്കെ അല്ലേ. അപ്പോൾ ടാറ്റ ബൈ ബൈ.